PSC വോയിസിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ നദികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള മോക്ക് ടെസ്റ്റാണെന്ന്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനി. ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉദ്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭഗീരഥി. ഭഗീരഥി എന്നാണ് ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന പ്രദേശം അലഹാബാദ്. അലഹാബാദിലാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പദ്മ. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പദ്മ എന്ന പേരിലാണ്. ഗംഗാ നദിയിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത NW1. NW1 ആണ് ഗംഗാ നദിയിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ഗോദാവരി നദിയെയാണ് വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയാണ് തെലുങ്ക് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാൾവ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ബത്വ. ബത്വ നദിയെയാണ് മാൾവ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനാ നദി. ഗംഗയുടെ പോഷക നദിയായ യമുനാ നദിയാണ് പുരാതന കാലത്ത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. സോൺ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് സോൺ. റിഹാന്ത് ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ്? സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സുബൻസിരി. സുബൻസിരിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ഏത്? സിന്ധു. സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏത്? ചില്ലാർ. ചില്ലാർ എന്ന പ്രദേശത്ത് നിന്നാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സത്ലജ്. സത്ലജ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ഏത്? ബിയാസ്. ബിയാസ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏത്? സിന്ധു നദി. സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള
സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആര്? ലോകബാങ്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖമെന്ന് അറിയപ്പെടുന്നത്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ദാമോദർ. ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖമെന്ന് അറിയപ്പെടുന്നത്. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്ന നദി? രവി. സിന്ധുവിൻ്റെ പോഷക നദിയായ രവി നദിയാണ് ലാഹോറിൻ്റെ നദി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതാണ്? ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത്? ടീസ്ത. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്ത. ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി ഏത്? നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മൈക്കല പർവ്വതനിരകൾ. മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏത്? താവ. താവയാണ് നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. നർമ്മദ നദി അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം? ഗൾഫ് ഓഫ് കമ്പാട്ട്. ഗൾഫ് ഓഫ് കമ്പാട്ടിൽ നിന്നാണ് നർമ്മദ നദി അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്നത്. സൂറത്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏതു നദീതീരത്താണ്? താപ്തി. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് സൂറത്ത്. ഇന്ത്യയുടെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി? ഷിയോനാഥ്. ഷിയോനാഥാണ് ഇന്ത്യയുടെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. ഷിയോനാഥ് നദി ഏതു നദിയുടെ പോഷക നദിയാണ്? മഹാനദി. മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ്. കൃഷ്ണഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനം? മഹാബലേശ്വർ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മഹാബലേശ്വർ. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം? ത്രയംബക കുന്നുകൾ. ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ടീസ്റ്റ. ടീസ്റ്റ നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ? ഗോദാവരി. ഗോദാവരി നദിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. കർണാടകയുടെ ജീവരേഖ? കാവേരി. കാവേരി നദിയാണ് കർണാടകയുടെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. കട്ടക് പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി. മഹാനദിയുടെ തീരത്തുള്ള പട്ടണമാണ് കട്ടക്. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. താപ്തി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? മുൾട്ടായി റിസർവ് വനം. മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ചെമയുങ്തുങ് ഹിമാനി. ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. മധുര പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം? വൈഗ. വൈഗ നദീതീരത്താണ് മധുര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം? സരയു. സരയു നദീതീരത്താണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഉജ്ജയിനി നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം?
ക്ഷിപ്ര നദീതീരത്തെ പട്ടണമാണ് ഉജ്ജയിനി. താങ്ക് യു.